നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു വീട് നിർമ്മാണം നടക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ കാർഷികമായ വിളകൾ ഇങ്ങനെ മൂത്ത് പാകമായി വരുന്ന തോട്ടങ്ങളിൽ അതാ പലപ്പോഴും ആളുകൾ വെച്ച് കാണുന്നു ചില കോലങ്ങൾ, അതേപോലെ തന്നെ ചില രൂപങ്ങൾ, അതേപോലെ തന്നെ കരിങ്കണ്ണ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ. എത്രമാത്രം നിസ്സാരമായിട്ടാണ് ആളുകൾ അതിനെയൊക്കെ കാണുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പിടുത്തം വിട്ടതല്ലേ കാരണം. അവന്റെ മനസ്സിൽ തോന്നിപ്പോവുകയാണ്, ഈ കോലം വെച്ചാൽ തന്റെ വീട്ടിന് ആപത്തൊന്നും ബാധിക്കില്ല, ഈ രൂപം വരച്ചു വെച്ചാൽ തന്റെ കൃഷിക്ക് ബുദ്ധിമുട്ടൊന്നും സംഭവിക്കുകയില്ല, ഈ രൂപം ഇവിടെ ഉള്ളയിടത്തോളം തന്റെ വീട്ടിന് ആപത്തുകളൊന്നും സംഭവിക്കുന്നതല്ല. അതേപോലെ തന്നെ വീടിന്റെ 4 മൂലകളിലതാ ആളുകൾ ചില പ്രത്യേകമായ കുപ്പികളിൽ, തകിടുകളിലും അതേപോലെ തന്നെ കടലാസിലുമൊക്കെ ചില വരകളും കുറികളും കള്ളികളുമൊക്കെ എഴുതിയിട്ട് ആ കടലാസുകൾ ആ കുപ്പിക്കകത്താക്കി വീടിന്റെ 4 മൂലകളിൽ അത് തൂക്കിയിടുന്നു. ആരിലാണിവൻ ബരമേൽപ്പിച്ചത്? ആരിലാണിവൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഈ തൂക്കിയിട്ട കുപ്പികളിൽ, അതേപോലെ തന്നെ അവൻ എഴുതി വെച്ച തകിടുകളിൽ, അതേപോലെ തന്നെ അവന്റെ ഷോപ്പിൽ അവൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള തകിടുകളിൽ, അതല്ലെങ്കിൽ അവന്റെ പണമിടുന്ന അവന്റെ പേഴ്സിൽ, അതുപോലെ തന്നെ പണമിടുന്ന അവന്റെ മേശവലിപ്പിൽ അവൻ കൃത്യമായി ഭദ്രമായി ഒരു മൂലയിൽ വെച്ചിട്ടുള്ള എന്തോ ചില തകിടുകൾ, അതേപോലെ തന്നെ ചില വേലകൾ, ചില ഉറുക്കുകൾ, ചില നറുക്കുകൾ, ചില ഏലസുകൾ, ഇവയിലേക്കൊക്കെ കാര്യങ്ങളങ്ങ് ബലമേൽപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടില്ലേ? ആരെങ്കിലും എന്തെങ്കിലും കെട്ടിയാൽ, എന്തെങ്കിലും ബന്ധിച്ചു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയിട്ടില്ലേ? ബഹുഭൂരിപക്ഷം ആളുകളുടെയും വീട് നിർമ്മാണത്തിന്റെ സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ത്? അതാ കരിങ്കണ്ണ നോക്ക് എന്ന ബോർഡിന്റെ കൂടെയാണ് മനുഷ്യക്കോലങ്ങൾ, രൂപങ്ങൾ, അതേപോലെ തന്നെ തലയിൽ കലങ്കമഴ്ത്തി വെച്ചിട്ടുള്ള രൂപങ്ങൾ, പല രൂപത്തിലുള്ള കാര്യങ്ങളും. എന്തിനാണ് അങ്ങനെ വെക്കുന്നതെന്നാ ന്യായീകരണം? ശ്രദ്ധ അങ്ങോട്ട് പതിയാൻ. പെട്ടെന്നൊരു വീട്ടിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ പോകരുത്. ആദ്യം ഒരാളൊരു വീട്ടിലേക്ക് നോക്കുമ്പോ അവന്റെ ശ്രദ്ധ പോകേണ്ടത് എവിടേക്കായിരിക്കണം? ഈ കോലത്തിലേക്കായിരിക്കണം, ഈ രൂപത്തിലേക്കായിരിക്കണം, ഈ ബോർഡിലേക്കായിരിക്കണം. വിളഞ്ഞു നിൽക്കുന്ന കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്ന കായ്കനികളിലേക്ക് അവന്റെ കണ്ണ് പോകുന്നതിന്റെ മുമ്പ് അവന്റെ കാഴ്ച ആദ്യം പോകേണ്ടത് ഈ കരിങ്കണ്ണ നോക്ക് എന്ന ബോർഡിലേക്കായിരിക്കണം, അതിൽ വരച്ച കോലത്തിലേക്കായിരിക്കണം, അല്ലെങ്കിൽ അവിടെ കുത്തിനാട്ടി നിർത്തിയിട്ടുള്ള രൂപത്തിലേക്കായിരിക്കണം. എങ്കിൽ ഇവന് ആപത്ത് പറ്റില്ലെന്ന് ആരാ പഠിപ്പിച്ചത്? ഇബ്ലീസ് അല്ലാതെ മറ്റാരാ അത് പഠിപ്പിച്ചത്? ഇത് ഇസ്ലാമാണോ? ഇത് ശരിയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സഹാബിമാര്, ആ സഹാബിമാർക്കൊക്കെ പല സഹാബിമാരും ദരിദ്രനായിരുന്നുവെങ്കിലും ധാരാളം സഹാബിമാര് മുന്തിരിത്തോട്ടവും ഈത്തപ്പനത്തോട്ടവും ഒക്കെ ഉടമകളാക്കിയിരുന്ന സഹാബിമാരുണ്ടായിരുന്നില്ലേ? വീട് നിർമ്മിച്ച സഹാബിമാരുണ്ടായിരുന്നില്ലേ? അവരുടെ ആരുടെയെങ്കിലും വീട് നിർമ്മാണത്തിൽ കാവലിന് വേണ്ടി ഒരു രൂപവും അവരെ വെച്ചിട്ടില്ലല്ലോ. ഈത്തപ്പനത്തോട്ടത്തിലോ മുന്തിരിത്തോട്ടത്തിലോ ഒരു രൂപവും ഒരു കോലവും സഹാബത്ത് നാട്ടി നിർത്തിയിട്ടില്ലല്ലോ. അവരുടെ ശ്രദ്ധ തന്റെ ഈത്തപ്പനയിലേക്ക് തിരിയുന്നതിന്റെ മുമ്പ്, മുന്തിരിവള്ളിയിലേക്ക് തിരിയുന്നതിന്റെ മുമ്പ് ഈ രൂപത്തിലേക്കായാൽ ആപത്ത് വരില്ല എന്ന തവക്കുലില്ലായ്മയുടെ ബോധം, അന്ധവിശ്വാസത്തിന്റെ ധാരണ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതാരാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ നിന്ന് മാറ്റിമറിക്കാൻ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരോട് പോലും ചില പത്രങ്ങളിലേക്ക് എഴുതി ചോദിച്ചപ്പോ അവര് പറയുന്ന മറുപടി എന്താണെന്നോ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഈ സമുദായം എവിടേക്കാണ് എത്തുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഒരു മാസികയിലേക്ക് ഒരു ചങ്ങാതി എഴുതി ചോദിക്കുകയാണ്, കൃഷിക്കും വീടുമൊക്കെ നിർമ്മിക്കുന്ന അവസരത്തിൽ, അതുപോലെ തന്നെ കൃഷി പ്രത്യേകമായി വളർന്നു വരുന്ന അവസരത്തിലൊക്കെ അവിടെ ആപത്ത് സംഭവിക്കാതിരിക്കാനായി ചില ആളുകൾ ചില രൂപങ്ങളൊക്കെ വെക്കാറുണ്ടല്ലോ, അത് ഇസ്ലാമികമായി ശരിയാണോ എന്ന ചോദ്യം ചോദിച്ചപ്പോ ഉത്തരത്തിന്റെ ചുരുക്കം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താ ഉത്തരമെന്നോ? കൃഷി, വീട് പോലെയുള്ളവയ്ക്ക് ആപത്ത് സംഭവിക്കാതിരിക്കാനായി ഇസ്ലാമിക നിയമത്തിന് എതിരല്ലാത്ത വിധത്തിലുള്ള കോലങ്ങൾ ഉണ്ടാക്കി വെക്കാം. എന്തിനാണത്? ആദ്യം വീട്ടിലേക്ക് ശ്രദ്ധ പോകാതെ ഈ കോലത്തിൽ കണ്ണുടക്കി നിൽക്കാൻ.
ആദ്യം കൃഷിയിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിയാതെ ഈ കോലത്തിൽ കണ്ണുടക്കി നിൽക്കാൻ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന് ഫത്വ നൽകുന്ന പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സാധാരണ മനുഷ്യൻ എങ്ങനെ നന്നാവും? ഈ സാധാരണ മനുഷ്യനിൽ എങ്ങനെ ഈമാനിക ബോധമുണ്ടാകും? ജനങ്ങളെ അരുതേ, അള്ളാഹുവിന്റെ തീരുമാനമാണ് നമ്മുടെ കാർഷികാഭിവൃദ്ധി, അള്ളാഹുവിന്റെ തീരുമാനമാണ് വീട്ടിന്റെ ബറക്കത്ത്. ആ വീട്ടിന്റെ ബറക്കത്തിനെ നിങ്ങൾ ആശിക്കുന്നുവെങ്കിൽ, കാർഷിക രംഗത്തെ ബറക്കത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ. ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഖൈറ് കിട്ടാൻ നാം നമ്മുടെ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ഈ തകിടിലും റുക്കിലും നറുക്കിലും ഏലസിലും അതേപോലെ തന്നെ ഈ കോലങ്ങളിലും രൂപങ്ങളിലുമൊന്നും നിങ്ങൾ വിശ്വാസമർപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ചു മനുഷ്യനെ യഥാർത്ഥമായ തവക്കുലിന്റെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കുകയാണെന്ത്? അവരുടെ ശ്രദ്ധ വീട്ടിലേക്ക് പോകാതിരിക്കാൻ, കാർഷികോൽപ്പന്നങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ, അവരുടെ ആദ്യ ശ്രദ്ധ ഈ കോലങ്ങളിലേക്കാകാൻ വേണ്ടി ഇസ്ലാമിക നിയമത്തിന് എതിരല്ലാത്ത കോലങ്ങൾ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇത് ഇസ്ലാമാണോ? ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ ഒരു നിയമം? ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, വാഹനങ്ങളിൽ കാണാം നമുക്ക് വാഹനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തകിടുകൾ, തൂക്കിയിടപ്പെട്ട തകിടുകൾ. അതേപോലെ തന്നെ ചില മതത്തിന്റെ ആളുകൾ കാണാം വീട്ടിന് ഈ വാഹനത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഒക്കെയുള്ള ചക്രങ്ങളുടെ ഭാഗങ്ങളിലായി ഉണങ്ങിയ ചെറുതാരങ്ങ തൂക്കിയിടുന്നവരുണ്ട്, പച്ചക്കറിയുടേതായ പ്രത്യേക ഉൽപ്പന്നങ്ങൾ തൂക്കിയിടുന്നവരുണ്ട്, വ്യത്യസ്തങ്ങളായ പലതും തൂക്കിയിടുന്നവരുണ്ട്, കീറച്ചെരുപ്പും പൊളിഞ്ഞ ചെരുപ്പും തൂക്കിയിടുന്ന ആളുകൾ വരെയുണ്ട്. ഇവന്റെ എല്ലാ കാര്യങ്ങളും ഈ കീറച്ചെരുപ്പിലും കീറച്ചാക്കിലും കാലിക്കൊട്ടയിലും അതേപോലെ തന്നെ കാലിച്ചാക്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് പടച്ച തമ്പുരാനിൽ നിന്ന് വഴിമാറിപ്പോയപ്പോ ഇവന്റെ പ്രവർത്തനം പിന്നെ എന്ത് സ്വീകരിക്കാനാണ്? ഇവൻ ഏതവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ മനുഷ്യന്റെ ഖൈറും ശർറും തീരുമാനിക്കാൻ പക്ഷികളെ ഏൽപ്പിച്ച സമുദായം അറേബ്യൻ ജാഹിലിയത്തിലുണ്ടായിരുന്ന അതേപോലെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ യാത്രക്കൊരുന്ന അറബി അതാ പക്ഷിയെ പറപ്പിക്കുകയാണ്. വലതുഭാഗത്തേക്ക് പക്ഷി പറന്നുപോയെങ്കിൽ യാത്ര ശുഭകരമാണ്, ഇടതുഭാഗത്തേക്കാണ് പക്ഷി പാറിപ്പോയതെങ്കിലോ കാര്യങ്ങളെല്ലാം ആപത്തിലേക്കാണ് നീങ്ങുന്നത്. അതേപോലെ തന്നെ ചില പക്ഷികളുടെ ശബ്ദങ്ങളെ ഭയപ്പാടോടുകൂടി കണ്ടിരുന്ന അറബികൾ കൂമൻ മൂളുക എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. ഒരു പക്ഷിയാണത്. അത് തന്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി രാത്രികാലങ്ങളിൽ ചില ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേ അത് നമ്മുടെ വീടിന്റെ മട്ടുപ്പാവിലോ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിലോ ഇരുന്നു കൊണ്ട് പതിരാവ് കഴിഞ്ഞിട്ട് ഈ കൂമന്റെ മോളിൽ കേട്ടാൽ അതാ ആളുകൾ അതിനെ ഹൂ അല്ലാ എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്ത് ആട്ടിയോടിക്കുകയാണ്. കാരണം എന്തെന്നല്ലേ? മരണവാർത്ത അറിയിക്കാൻ വന്ന പക്ഷിയാണത്. ആ പക്ഷി ഒരു വീടിന്റെ ശിഖരത്തിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിലിരുന്നു കൊണ്ട് ഒരാളുടെ ഉടമയിലുള്ള പറമ്പിലിരുന്നു കൊണ്ട് ആ പക്ഷി ശബ്ദിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം പുറപ്പെടുവിച്ച് 40-ാം നാൾ അവസാനിക്കുന്നതിന്റെ മുമ്പേ ആ വീട്ടിൽ നിന്നൊരു മയ്യത്തിറങ്ങാതിരിക്കില്ല എന്ന അന്ധവിശ്വാസം ഈ സമുദായത്തിൽ എത്ര പേര് ഇന്നും കൊണ്ട് നടക്കുന്നു? ജാഹിലിയ കാലത്ത് അതുണ്ടായിരുന്നു എന്ന് നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് കാണാം. ഫത്തുഹുൽ ബാരിയിൽ തന്നെ നമുക്ക് കാണാം അറബികൾ കൂമൻ എന്ന് പറയുന്ന പക്ഷിയിൽ ശകുനപ്പിഴ കണ്ടിരുന്നു എന്ന്. എത്രത്തോളം? അവരിൽ ഒരാളുടെ വീട്ടിന്റെ അരികിൽ അത് ശബ്ദിച്ചാൽ തനിക്കോ കുടുംബത്തിനോ അത് മരണവാർത്തയായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ഈ വിശ്വാസത്തിന് കുറച്ച് പഴക്കണ്ട് എന്നായി പറയുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ ആ നിലക്കുള്ള അവസ്ഥയിൽ നിന്ന് ഈ മനുഷ്യന്മാരെ മോചിപ്പിച്ചെടുക്കാൻ പാടുപെട്ട് അധ്വാനിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളിലും ഈ നിലക്ക് പക്ഷികളെ സംബന്ധിച്ചുള്ള അബദ്ധമായ ധാരണകൾ കുടികൊള്ളുന്നത് കാണാം. അതേപോലെ തന്നെ ഇസ്ലാം വിരോധിച്ചൊരു സംഗതിയാണെന്ത്? സംഗീതം കേൾക്കാൻ പാടില്ല. ഈ മദ്ദളവും അതേപോലെ തന്നെ ഹാർമോണിയവും അതുപോലെ തന്നെ മറ്റു പലതുമുള്ള ആ നിലക്കുള്ള അനിസ്ലാമികമായ കാര്യങ്ങൾ ചേർന്നിട്ടുള്ള സംഗീതത്തിന്റെ ലോകത്തെ ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ്. ആ വിഷയം ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ചയ്ക്ക് വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ നമുക്ക് കാർഷികോൽപ്പന്നങ്ങളിൽ അഭിവൃദ്ധി ലഭിക്കാനും അതേപോലെ തന്നെ മൃഗങ്ങൾ പാൽ ചുരത്താനും വേണ്ടി പാട്ട് കേൾപ്പിക്കുക എന്നൊരു കാരണം അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടില്ലല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നിട്ടില്ലല്ലോ. എന്നാൽ ചില ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോ
സംഗീതം കേട്ടാൽ വൃക്ഷങ്ങൾ കൂടുതൽ ഫലം ഉൽപ്പാദിപ്പിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. ഇത് ശാസ്ത്രജ്ഞന്റെ ഇൽമൊന്നല്ല പറയുന്നത്, ഒരു മാസികയിൽ ഒരു വാരികയിൽ വന്നിട്ടുള്ള വരികളാ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോ, എവിടെ എത്തി സമുദായമെന്ന്. സംഗീതം കേട്ടാൽ വൃക്ഷങ്ങൾ കൂടുതൽ ഫലം ഉൽപ്പാദിപ്പിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. പശുക്കളുടെ അകിട്ടിൽ കൂടുതൽ പാലുണ്ടാകാനും പാട്ട് തന്നെ വേണമത്രേ. കേട്ടോ, പശുക്കൾ നന്നായി പാല് ചുരത്താനേ നോക്കണം നിങ്ങൾ. പശുവിന്റെ അകിട്ടിൽ ധാരാളം പാലുണ്ടാകാൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല അങ്ങനെ ഒരു കാരണം. പിന്നെ ആരായിരിക്കും നിശ്ചയിച്ചത്? ഇബ്ലീസ് അല്ലേ? അപ്പൊ പാല് ചുരത്താൻ പാട്ട് തന്നെ വേണമത്രേ. എന്നാൽ ഇതാ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്. ശ്രദ്ധിക്ക, എന്താ ഉദാഹരണം? ഇതിന് തെളിവ് പറയാണ്. പഴയ കാലത്ത് കർഷക സ്ത്രീകൾ നീണ്ട ഓലക്കുടയും ചൂടി വടക്കൻ പാട്ടുകൾ ആലപിച്ചാണ് ഞാറ് നടാറുള്ളത്. ഞാറ് എന്നുള്ളതിന് ബ്രാക്കറ്റിൽ മനസ്സിലാകാൻ വേണ്ടി നെൽച്ചെടിന്ന് കൊടുത്തിട്ടുണ്ട്, ആർക്കും തിരിയാതായി പോണ്ട എന്ന നിലക്ക്. പഴയ കാലത്ത് കർഷക സ്ത്രീകൾ നീണ്ട ഓലക്കുടയും ചൂടി വടക്കൻ പാട്ടുകൾ ആലപിച്ചാണ് ഞാറ് നടുക. ഒരു സ്ത്രീ മുൻപാട്ട് പാടിക്കൊടുക്കും, മറ്റുള്ള സ്ത്രീകൾ അത് ഏറ്റുപാടും. എന്നിട്ട് ആരുടെയൊക്കെ മദ്ഹ പാടുമെന്ന് കേട്ടോളി. തച്ചോളി ഓതേനൻ, ആരും റളിയല്ലാഹു പറയണ്ട, കാരണം ഇതാരാന്നൊക്കെ എല്ലാവർക്കും തിരിയില്ലേ. തച്ചോളി ഓതേനൻ, മതിലൂർ ഗുരുക്കൾ, ആരോമൽ ചേകവർ, ചിറ്റക്കോത്ത് ഉമ്മ പരിയയിച്ചി എന്നിവരെ പറ്റി ഈണമുള്ള രാഗത്തിലുള്ള പാട്ട് വയലിൽ മേയുന്ന കന്നുകാലികളും കേൾക്കാറുണ്ടല്ലോ. ഇതൊരു ഹൈന്ദവ പുരാണമൊന്നുമല്ല വായിക്കുന്നിട്ടോ, ഒരു സുന്നി വാരികീന്നാ വായിക്കുന്നത്. എന്ത്? പാല് ധാരാളമായി കിട്ടാനും അതേപോലെ തന്നെ പാടത്തുള്ള നെല്ലിൽ നിന്ന് ധാരാളമായി കാർഷികാഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ ഒരു മാർഗം പറഞ്ഞു തരാണ്, തെറ്റല്ലാത്തൊരു മാർഗം. എന്താ ഇതൊക്കെ? ഇവരുടെയൊക്കെ പേരിലുള്ള ഈണമുള്ള രാഗത്തിലുള്ള പാട്ട് വയലിൽ മേയുന്ന കന്നുകാലികളും കേൾക്കാറുണ്ടല്ലോ. ഇനി കേട്ടോളൂ. കുടത്തിൽ നിറയെ പാലും കുട്ടയിൽ ചക്കയും മാങ്ങയും വാഴക്കുലയും കപ്പയും അന്ന് അവർക്കിഷ്ടം പോലെ കിട്ടാനുള്ള കാരണം ഈ പാട്ട് തന്നെ ആയിരിക്കുമോ? അല്ലാന്നൊന്നും പറയുന്നില്ല, ഈ പാട്ട് തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എവിടെ എത്തി സമുദായം? എവിടെ എത്തി സമുദായം? ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഓരോ വിഡ്ഢികള് ഓരോ പുതിയ പുതിയ പ്രമേയങ്ങൾ കൊണ്ടുവരും. അതിന്റെ പിന്നാലെ മതബോധമില്ലാത്ത മുസ്ലിമീങ്ങളും കൂടിക്കൊടുക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അടിയുറച്ച വിശ്വാസം വേണം. ഖൈർ വരാനും ശർറിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിലേ വിശ്വസിക്കാവൂ. അള്ളാഹു നിശ്ചയിക്കാത്ത കാരണങ്ങൾ ഏത് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും അത് ഇസ്ലാമികമായി ഒരാൾക്ക് സ്വീകാര്യമല്ല തന്നെ. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഖൈർ കിട്ടാനും ശർറിൽ നിന്ന് തടയാനും നമുക്ക് മഖ്ബറകളെ അള്ളാഹു ഒരു കാരണമായി പഠിപ്പിച്ചിരുന്നിട്ടില്ലേ? ഔലിയാക്കളെ ഒരു കാരണമായി പഠിപ്പിച്ചിരുന്നിട്ടില്ലേ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ രോഗം മാറാൻ വേണ്ടി നിങ്ങൾക്കുള്ള കാരണമാണ്. മഹത്തുക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അംബിയായിനെ വിളിച്ചു ദുആ ചെയ്തോളൂ, ഔലിയായിനെ വിളിച്ചു ദുആ ചെയ്തോളൂ. അതല്ലെങ്കിൽ മഖ്ബറയിൽ പോയി ജാറം മൂടിക്കോളൂ, അല്ലെങ്കിൽ അവിടെ വിളക്ക് കൊളുത്തിക്കോളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് എണ്ണയും നെയ്ത്തിരിയും ഒക്കെ നേർച്ചയാക്കിക്കോളൂ, അതല്ലെങ്കിൽ കാർഷികോൽപ്പന്നങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് വല്ലതും നേർച്ചയാക്കിക്കോളൂ എന്ന ഒരൊറ്റ കാരണങ്ങളെയും ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള കാരണങ്ങളല്ല. ഏതൊരു കാര്യം നമുക്ക് നേടാനും അല്ലാഹു നിശ്ചയിച്ചു തന്ന കാരണങ്ങളെ മാത്രമേ സമീപിക്കാവൂ. സ്വന്തമായി മനുഷ്യൻ ചില കാരണങ്ങളെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം നേടാൻ വേണ്ടി ആ കാരണത്തെ സമീപിക്കാം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ചിലപ്പോ നമ്മൾ ആ കാരണത്തെ സമീപിച്ചാൽ കാര്യം കിട്ടിയെന്നും വരാം. പക്ഷേ കാര്യം കിട്ടിയോ ഇല്ലേ എന്നത് ആ കാരണത്തെ സമീപിക്കാമോ ഇല്ലേ എന്നതിനുള്ള മാനദണ്ഡമല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു അറാഫിനെ സമീപിച്ചാൽ, പ്രശ്നം നോക്കിക്കൊണ്ട് കവടി നിരത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ മഷിനോട്ടം നടത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ അറിയാമെന്ന് പറഞ്ഞിരിക്കുന്ന ജ്യോത്സ്യന്മാരില്ലേ, മഷിനോട്ടക്കാരില്ലേ, കവടി നിരത്തുന്നവരില്ലേ, കളം വരക്കുന്നവരില്ലേ, അങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉറുക്കുകളും നറുക്കുകളും മേലസ്സുകളുമായി പല മതത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജ്യോത്സ്യന്മാരില്ലേ,
പല രൂപത്തിൽ മനുഷ്യന്റെ ഈമാനിനെ തട്ടിത്തെറിപ്പിക്കുന്നതോടൊപ്പം അവന്റെ പണവും പോക്കറ്റടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള ചികിത്സാരികളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മന്നതാറാഫൻ, അത്തരത്തിലുള്ള ഒരുത്തനെ ഒരാൾ സമീപിച്ചാൽ ഫസഅലഹു അൻ ശൈഅ, എന്നിട്ട് അയാളോട് തന്റെ ഭാവിയെ സംബന്ധിച്ച് ആകുലപ്പെടുന്ന, തന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രയാസത്തിലിരിക്കുന്ന ഈ മനുഷ്യൻ അയാളോട് വല്ല കാര്യത്തെ സംബന്ധിച്ചും ചോദിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂൽ, എന്നിട്ട് അയാൾ പറഞ്ഞത് ഇയാൾ അംഗീകരിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗമാ, 40 ദിവസത്തെ നിസ്കാരം അവന്റെ പൊളിഞ്ഞുപോയി. 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടാത്ത ഗുരുതരമായ പാപമാണ് എന്ത്? ഈ രൂപത്തിൽ പ്രവചനം നടത്തുന്ന പ്രവാചകരെ സമീപിക്കൽ, പ്രവചിക്കുന്നവരുടെ അടുക്കൽ പോകൽ. അതേപോലെ മറ്റൊരു വചനത്തിൽ കാണാം, മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഈ നിലക്കുള്ള ജ്യോത്സ്യന്മാരെ സമീപിക്കുകയും എന്നിട്ട് അവര് പറയുന്നത് സത്യമായിട്ട് അവൻ വിശ്വസിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള സത്യങ്ങളിൽ മുഴുവൻ കാഫിറായി പോയ മനുഷ്യനാണ് ഈ ചെന്നവൻ. കേട്ടോ, ഖുർആൻ അവിശ്വസിച്ചവനാണ്, പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങളെ അവിശ്വസിച്ചവനാണ്. എത്ര ഗൗരവമാണത്! ഏത് പ്രശ്നങ്ങളിലും ഇന്ന് ജ്യോതിഷന്മാരുടെയും കബഡി നിരത്തുന്നവരുടെയും ഈ രൂപത്തിലുള്ള ആളുകളുടെയും ഒക്കെ കസ്റ്റമേഴ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ഭൂരിഭാഗവും മുസ്ലിമീങ്ങളാണ്. എവിടെ നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളുടെ ക്യൂ ആ കാണുന്നത്. എന്താ കാരണം? വീട്ടില് പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ രോഗങ്ങളാണ്, അല്ലെങ്കിൽ കെട്ടിച്ചയക്കാൻ കഴിയാത്ത പെൺമക്കളാണ്. ഇതൊക്കെയാണ് രക്ഷിതാക്കളെ ഇവരുടെയൊക്കെ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായുമായ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവരുടെ മുമ്പിൽ പോയി പ്രതിവിധി തേടുകയാണ്. അങ്ങനെ പ്രതിവിധി തേടുമ്പോ യാദൃശ്ചികമായി അല്ലാഹുവിന്റെ തീരുമാനത്തോട് യോജിച്ചു വരുമ്പോ ഇവന് വല്ല കാര്യവും സാധിച്ചു കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടാറുണ്ട്. ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ അള്ളാന്റെ ഖദറുമായിട്ട് ഒത്തുവരുമ്പോ ഇവന് പോയയിടത്ത് നിന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അപ്പൊ ഇവൻ എന്ത് ചെയ്യാണ്? ഇത് ഈ ചെന്ന ജ്യോത്സ്യന്റെ കഴിവായിട്ട് അംഗീകരിച്ചിട്ട് പിന്നെ അവൻ അവിടുത്തെ നിത്യ സന്ദർശകനായി മാറുകയാണ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലർക്ക് ചില കേന്ദ്രങ്ങളിൽ പോയാൽ കാര്യം കിട്ടും. കാര്യം കിട്ടും എന്നുള്ളത് കൊണ്ട് അത് കാര്യസാധ്യത്തിന് അള്ളാഹു നിശ്ചയിച്ച സംഗതിയായി മാറൂല. ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവർക്ക് ചിലപ്പോൾ കാര്യം കിട്ടാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു ചരിത്രം? ഒരു ഹാജിയാര്, ഹജ്ജ് ചെയ്ത ഹാജിയാര് ഒരുപാട് കാലം അള്ളഹാനോട് പ്രാർത്ഥിച്ചു അയാൾക്ക് ഒരു കുട്ടി ഉണ്ടാവാൻ. കുട്ടി ഉണ്ടായില്ല, ഒരു കുഞ്ഞയാൾക്ക് ഉണ്ടാകുന്നില്ല. അവസാനം അയൽവാസിയായ ഒരു ചെട്ടിയാര് വന്നിട്ട് പറഞ്ഞു, മാപ്പിള നിങ്ങൾ ഹാജിയരാപ്പിള നിങ്ങൾ ഒരുപാട് സ്ഥലത്തേക്കായില്ല നേർച്ച നേരുന്ന്, കുറെ ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഗുരുവായൂർക്ക് നിങ്ങളൊന്ന് നേർച്ച നേർന്നു നോക്കൂ എന്ന് പറഞ്ഞു. ഹാജിയരാപ്പിള എന്ത് ചെയ്തു? ഗുരുവായൂരിലേക്ക് നേർച്ച നേർന്നു. കുട്ടി ഉണ്ടായാൽ ഞാൻ ഗുരുവായൂരിൽ പോയി തുലാഭാരം നടത്തുന്ന നേർച്ചയാക്കി, ചോറൂണ് കർമ്മം അവിടെ വെച്ച് നടത്തുന്ന നേർച്ചയാക്കി. അതാ അയാൾക്ക് അടുത്ത വർഷം തന്നെ കുട്ടിയുണ്ടായി. മാതൃഭൂമിയിൽ ബോക്സ് ന്യൂസിൽ വാർത്ത വന്നു, മുസ്ലിം കുട്ടിക്ക് ഗുരുവായൂരിൽ തുലാഭാരം. പൂവൻ പഴം കൊണ്ട് തുലാഭാരം നടത്തി, കുട്ടിയുടെ ചോറൂണ് കർമ്മവും അവിടെ വെച്ച് നടത്തി. ഇതാ പറഞ്ഞതെന്ത്? യാദൃശ്ചികമായി അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് ചില കാര്യങ്ങൾ ചില കേന്ദ്രത്തിലേക്ക് പോയാൽ കിട്ടിയേക്കും. പക്ഷേ അത് ആ കേന്ദ്രത്തിൽ പോകൽ അനുവദനീയമാണെന്നതിനുള്ള മാനദണ്ഡമല്ല, രേഖയല്ല. അതൊക്കെ പരീക്ഷണമാണ്. ഏത് പരീക്ഷണത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യൻ പതറിപ്പോകാതെ തന്റെ ഏത് പ്രശ്നവും അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. ആ കേന്ദ്രത്തിൽ നിന്നുള്ള പിടുത്തം വിട്ടു കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ് അവൻ എത്തിച്ചേരുന്നത്. അതേപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമുദായത്തെ ശുദ്ധീകരിച്ചെടുത്തതാണ്. എന്താണ്? ഒരു പ്രശ്നത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ തീരുമാനമറിയാൻ വേണ്ടി അവരതാ പരിശുദ്ധ കഅബാലയത്തിലേക്ക് കയറുന്നു. അള്ളാനോടല്ല ചോദിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും വിഗ്രഹങ്ങൾ പരിശുദ്ധ കഅബയിൽ അവർ നാട്ടി നിർത്തിയിട്ടുണ്ട്. അവരുടെ കൈകളിൽ ഒരു അമ്പുറയുണ്ട്. ആ അമ്പുറയിൽ 2-3 അമ്പുകളുണ്ട്. യാത്രക്കൊരുങ്ങുന്ന അറബി ചോദിക്കുകയാണ് അവിടെ പോയിട്ട്, ഈ യാത്ര ശകുനമാണോ അതോ ശുഭകരമാണോ? അതറിയാൻ വേണ്ടി അമ്പുറയിൽ നിന്നൊരു അമ്പ് വലിച്ചുകൊണ്ട് അൽ-ഇസ്തിസ്ഖാമു ബിൽ അസ്ലാമി, ഇങ്ങനെ അമ്പുകൊണ്ട് ഈ രൂപത്തിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്ന സമ്പ്രദായം.
അമ്പുകൾ കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കിയപ്പോ പരിശുദ്ധ കഅബാലയത്തിലേക്ക് അങ്ങ് കയറിച്ചെന്ന് മഹാനായ ഇബ്രാഹീമിന്റെ പേരിലുള്ള വിഗ്രഹത്തെ, ഇസ്മായിൽ നബിയുടെ പേരിലുള്ള വിഗ്രഹത്തെ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് കുത്തിയങ്ങ് മറിച്ചിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ പറയാണ്, ഈ മഹാന്മാരൊരിക്കലും ഈ അമ്പുകോല് കൊണ്ട് പ്രശ്നം നോക്കാൻ പഠിപ്പിച്ചവരല്ല, അവർ ഈ നിലക്ക് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചവരല്ല, മറിച്ച് റബ്ബിലേക്ക് ജനങ്ങളെ തിരിക്കാൻ പാടുപെട്ടവരല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ആശയത്തിൽ നിന്ന് വിരുദ്ധമായ നിലക്ക് ആ ജനങ്ങൾ അവിടെ ചെയ്തു. ആ പാരമ്പര്യം ഇന്നും ജനങ്ങളിൽ നിലനിൽക്കുന്നു. എന്ത് ദിവസങ്ങൾക്ക് അവർ നഹസ് നിശ്ചയിക്കുകയാണ്. ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട് ഏതൊരു കാര്യത്തിന് നീ ഒരുങ്ങി തയ്യാറാകുമ്പോഴും നിന്റെ മനസ്സിന് ആകുലതകളുണ്ടോ, നിന്റെ മനസ്സിന് പ്രയാസങ്ങളുണ്ടോ, നീ അള്ളാഹുവിനോട് ചോദിച്ചോളൂ. കാരണം നീ എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഹമ്മഅഹദുകും ബിൽ അംരി ഫൽയർക റകഅതൈനി മിൻ ഗൈരിൽ ഫരീള. ഫർളല്ലാത്ത 2 റകഅത്ത് സുന്നത്ത് നീ നിസ്കരിച്ചോ. എപ്പോ? ഇദാ ഹമ്മഅഹദുകും ബിൽ അംരി, നിങ്ങളിൽ ആരെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശിക്കുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനിക്കുക. ചിലപ്പോൾ കച്ചവടമാകാം, യാത്രയാകാം, വിവാഹമാകാം, ഏത് കാര്യമാകട്ടെ. നിങ്ങളൊരു കാര്യത്തിന് ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ ആശങ്കയാണ്, ആകുലതയാണ്. എന്താ വേണ്ടത്? ജാറത്തെ സമീപിച്ചോ എന്നാണോ, മറ്റേതെങ്കിലും പ്രശ്നക്കാരെ സമീപിച്ചോ എന്നാണോ, ജോത്സനെ സമീപിച്ചോ എന്നാണോ, മഷിനോട്ടക്കാരന്റെ അടുത്ത് പോയിക്കോ എന്നാണോ? അല്ല. ഈമാനുള്ളവൻ എന്ത് ചെയ്യണമെന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നീ 2 റകഅത്ത് നിസ്കരിച്ചോ. അല്ലാഹുവിന് വേണ്ടി നീ 2 റകഅത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് റബ്ബിനോട് മനസ്സ് പൊട്ടിക്കൊണ്ട് നീ ചോദിച്ചോളൂ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു വഅൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനിഹി വമആശി വആഖിബതി അംരി فاقدره لي ويسر لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه واقدر لي الخير حيث كان ثم أرضني به. വളരെ സുദീർഘമായ ഒരു ഹദീസാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. ചുരുക്കി പറയട്ടെ, മനുഷ്യ, നിനക്ക് പ്രയാസങ്ങളുണ്ടോ, നിനക്ക് പ്രതിസന്ധികളുണ്ടോ? ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോ അത് വിജയത്തിലെത്തുമോ അതോ പരാജയപ്പെടുമോ എന്ന് നിന്റെ മനസ്സിന് ആശങ്കകൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്രത്തിലേക്കും നീ പോയി കൂടെ കേട്ടോ, ഒരാളുടെ മുമ്പിലും നീ പോയി പറഞ്ഞൂടെ കേട്ടോ. നീ ചെയ്യേണ്ടത് 2 റകഅത്ത് നിസ്കരിക്കണം. നീ ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് നിന്റെ സൃഷ്ടാവായ റബ്ബിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചോളൂ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്തഖീറുക, ഞാൻ നിന്നോട് ഖൈറേതാണെങ്കിൽ അതിനെ ചോദിക്കുകയാണ്. കാരണം നീയല്ലേ ഇൽമുള്ളവൻ, എല്ലാ ഖുദ്റത്തും നിന്നോടാണ് ചോദിക്കുന്നത്. ഏത് കാര്യത്തിലും നിന്റെ ഫദ്ലാണ് എനിക്ക് വേണ്ടത്. കാരണം കഴിയുന്നവൻ, എല്ലാം അറിയുന്നവൻ നീയാണല്ലോ, ഞാനൊന്നും അറിയാത്തവനാണ്. അല്ലാഹുവേ, ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം എന്ന് പറയുമ്പോ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, ഈ കാര്യം എന്ന സ്ഥാനത്ത് നീ ഉദ്ദേശിക്കുന്ന കാര്യത്തെ എടുത്തു പറയണം. എന്നിട്ട് അല്ലാഹുവോട് ചോദിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം പടച്ചവനെ എൻ്റെ ദീനിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഖൈറാണെങ്കിൽ നീ അതെനിക്ക് വിധിച്ചു തരണം, നീ അതെനിക്ക് എളുപ്പമാക്കി തരണം. സുമ്മ ബാരിക് ലീ ഫീഹി, അക്കാര്യത്തിൽ നിന്റെ ബർക്കത്ത് എനിക്ക് ചൊരിഞ്ഞു തരണം. ഇനി അതല്ല, ഞാൻ തീരുമാനിച്ച ഈ വിഷയം എനിക്ക് ശർറാണെങ്കിൽ എന്റെ ദീനിലും അത് ശർറാണ്, എന്റെ ദുനിയാവിലും അത് ശർറാണ്, എന്റെ എല്ലാ കാര്യത്തിലും അത് തിന്മയാണെങ്കിൽ എത്രയും വേഗം അക്കാര്യത്തിൽ നിന്ന് എന്നെ തിരിച്ചുവിടണേ, എന്നിൽ നിന്ന് ആ കാര്യത്തെയും തിരിച്ചുവിടണേ. എന്നിട്ട് ഖൈർ എന്താണെങ്കിൽ അത് മാത്രം നീ എനിക്ക് വിധിച്ചിട്ട് അതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സും നീ എനിക്ക് നൽകണം റഹ്മാനേ എന്ന് നിന്റെ റബ്ബിനോട് നീ ചോദിച്ചോളൂ. ഇതാ ഇസ്ലാമിന്റെ നിയമം. ഇതിനായി ഒരു പ്രത്യേക നിസ്കാരവും പ്രത്യേകമായ പ്രാർത്ഥനയും സ്വലാത്തുൽ ഇസ്തിഖാറ, ദുആഉൽ ഇസ്തിഖാറ,
ഒക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതേ അവസരത്തിൽ ഇന്ന് പല ആളുകളും വലിയ മദ്ഹായിട്ട് പറയുന്നുവെന്ന് ചില കേന്ദ്രങ്ങളെ ചില മാസികകളിൽ പരിചയപ്പെടുത്തുന്നു. നാടേതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു നാട്ടുകാരെ പ്രശംസിച്ചുകൊണ്ട് ഒരു മാസിക എഴുതിയ വരികൾ നിങ്ങൾക്ക് കേൾക്കണോ? ആ ജനങ്ങൾക്ക് ഈമാനികമായിട്ട് വലിയ ബോധമുള്ള ജനങ്ങളാണ് എന്ന് പറയാൻ ഒരു നാട്ടിലെ ജനങ്ങളെ ഒരു പത്രം പരിചയപ്പെടുത്തുന്ന വരികൾ കേട്ടോളൂ. എന്താ? മഹാനവറുകളുടെ മഖാമിൽ വന്ന് സിയാറത്ത് നടത്തിയേ ആ നാട്ടുകാർ ഏത് കാര്യവും തീരുമാനിക്കൂ. നോക്കണം, അവിടുത്തെ ജനങ്ങളുടെ ഈമാനിക ആവേശം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ നമ്മളോട്, നീ ഒരു യാത്രക്കൊരുങ്ങുമ്പോ മഖാമ് പോണം, യാത്ര അവസാനിച്ചാലും മഖാമ് പോണം. ഏത് കാര്യത്തിനും നീ അവരോടാണ് അഭിപ്രായം ചോദിക്കേണ്ടത്. ഇത് ഇസ്ലാമാണോ? അവിടുന്ന് പഠിപ്പിച്ചത് ഇങ്ങനെയല്ലേ? ഇദാ ഹമ്മഅഹദുക്കും അംറാ, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ അതിനെ സംബന്ധിച്ച് വേജാറ് വേണ്ട. രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ചോദിച്ചോ. ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഇതാണ് അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം. നേരെ മറിച്ച് മറ്റു പലതിലേക്കും തവക്കുലാക്കി പോകുമ്പോ അവന്റെ മനസ്സിൽ ആകുലതകൾ കൂടുകയാണ്, അവന്റെ മനസ്സിൽ ബേജാറുകൾ കുമിഞ്ഞുകൂടുകയാണ്, അവന്റെ മനസ്സിൽ വെപ്രാളം എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവൻ ഇന്നൊരു കേന്ദ്രത്തിലാണെങ്കിൽ നാളെ മറ്റൊരു കേന്ദ്രത്തിലേക്കാണ്. അങ്ങനെ ഒരിടത്തും അവന് നിൽക്കക്കള്ളിയില്ലാതെ കറങ്ങി 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 പല സ്ഥലത്തേക്ക് അവന്റെ മനസ്സുകൾ അങ്ങ് വ്യാപരിച്ചു പോവുകയാണ്. അതേ അവസരത്തിൽ അല്ലാഹുവിൽ ആരെങ്കിലും വരമേൽപ്പിക്കുന്നുവെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അവന് അല്ലാഹ് മതി. ഖുൽ, നബിയേ പറയൂ, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്കെന്റെ റബ്ബ് മതി, ഏത് പ്രയാസത്തിലും എനിക്കെന്റെ റബ്ബ് മതി. നിങ്ങൾ നോക്കൂ, ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് സഹാബിമാര് തിരിച്ചു പോരുമ്പോ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സഹാബിമാര് മടങ്ങിപ്പോരുന്ന നേരത്ത് അതാ ശത്രുക്കൾ ഒരു കിംവദന്തി അഴിച്ചു വിടുകയാണ്. അതാ വലിയ ഒരു പട തന്നെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് പേടിച്ചോളൂ ജനങ്ങളെ, വേഗത്തിൽ പോയി മദീനയിൽ പോയി ഒളിച്ചോളൂ എന്നിങ്ങനെ സഹാബിമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ശത്രുക്കൾ രംഗത്ത് വരുമ്പോ അതാ വിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ശത്രുക്കൾ ഭീഷണിപ്പെടുത്തിയപ്പോഴും അതേപോലെ തന്നെ ആ നിലക്കുള്ള പ്രലോഭനങ്ങളും പേടിപ്പെടുത്തലുകളും നടത്തിയപ്പോഴും ഈമാനുള്ള സഹാബിമാര് പതറിപ്പോയിട്ടില്ല. വരുന്നതെന്തും വരട്ടെ, അവരാ അവസരത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് പറയാണ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, വനിഅമൽ വകീൽ. ബരമേൽപ്പിക്കാൻ ഏറ്റവും നല്ല ബരമേൽപ്പിക്കാൻ പറ്റാവുന്ന കേന്ദ്രം അല്ലാഹ് തന്നെയാണല്ലോ. അങ്ങനെ ബരമേൽപ്പിച്ചിട്ട് അവർക്ക് പരാജയം ഉണ്ടായോ? ഉണ്ടായില്ല. അല്ലാഹ് അവരെ കാത്തു. ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ ലം യംസസ്ഹും സൂഉൻ വത്തബഊ റിദ്വാനല്ലാഹ്. അല്ലാഹു അതിന്റെ ഫലം പറയാണ്. അങ്ങനെ അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അതൊക്കെയും അവരെ മാറ്റിവെച്ചപ്പോ ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി, അല്ലാഹുവിന്റെ നിഅമത്തുമായിട്ടാണ് അവർ മടങ്ങിപ്പോന്നത്. വഫദ്ലിൻ, അല്ലാഹുവിന്റെ ഔദാര്യവുമാണ് ആ കൂട്ടർക്ക് ലഭിച്ചത്. ലം യംസസ്ഹും സൂഉ, ഒരാപത്തും അവരെ ബാധിച്ചതേയില്ല. വത്തബഊ റിദ്വാനല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തെ അവർ പിൻപറ്റുകയും ചെയ്തല്ലോ. ഈ നിലക്ക് ഗുണം കിട്ടിയവരാണ് സഹാബിമാര്. അപ്പൊ സഹോദരന്മാരെ, പ്രതിസന്ധികൾ ജീവിതത്തിന്റെ കൂടപ്പിറപ്പാണ്. പ്രയാസങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. നിഴല് പോലെ രാപ്പകലുകൾ മാറി മാറി വരും പോലെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോ പല രൂപത്തിലുള്ള ശക്തികളും വന്നിട്ട് അല്ലാഹു അല്ലാത്തവരിലേക്ക് മനസ്സ് മാറ്റിക്കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോ ഒരിക്കലും പതറിപ്പോകാതെ അല്ലാഹുവിന്റെ മേൽ ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ അവന്റെ മേൽ മാത്രം ബരമേൽപ്പിച്ചോളൂ. ഹസ്ബി അല്ലാഹ് എന്ന് പറയുന്നു, എനിക്ക് അല്ലാഹ് മതി. ആ ഒരു ബോധമാണ് സഹോദരന്മാരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് ഓരോ പ്രയാസവും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓരോ ആളുകളുടെ പിന്നാലെ നടക്കുകയാണ് ആളുകൾ.
രക്ഷാമാർഗവും തേടിയിട്ട് ജാറങ്ങളും കേന്ദ്രങ്ങളും ആൾദൈവങ്ങളും അതേപോലെ തന്നെ പോട്ടയും വചനപ്രഘോഷണ കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും സലാത്ത് നഗറുകളും അങ്ങനെ പല രൂപത്തിലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോ ഈമാനുള്ള മനുഷ്യനോട് അല്ലാഹു തആല പറയാണ് വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ആരെങ്കിലും വരമേൽപ്പിക്കുന്നുവെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അവനല്ല മതി. ഈ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ട് എല്ലാവരിലേക്കും മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പകുത്തു കൊടുത്തിട്ട് നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടൊന്നും പ്രയോജനമില്ല. അതുകൊണ്ട് സഹോദരി, ഏറ്റവും കൂടുതൽ നമ്മുടെ വിശ്വാസത്തിന്റെ തിളക്കത്തെ അത് അണഞ്ഞു പോകാതെ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ ദൃഢമായി നിലനിൽക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണോ അതൊക്കെയും അന്വേഷിച്ചുകൊണ്ട് ഈമാനിനെ ദൃഢവൽക്കരിക്കുക, ഈമാനിനെ പുതുപുത്തനാക്കി നിലനിർത്തുക. എങ്കിൽ ആ നിലക്കുള്ള ഒരു വിശ്വാസ വിശുദ്ധി നമ്മിൽ വന്നുപോയാൽ മാത്രമേ നമ്മുടെ ആഖിറം രക്ഷപ്പെടുകയുള്ളൂ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ, അല്ലാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ പ്രവേശിപ്പിക്കപ്പെടുകയുള്ളൂ. അതിന് അർഹരായി തീരാൻ വേണ്ട രൂപത്തിൽ നാം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തിന്മകളും ഗഫൂർ റഹീമായ നാഥൻ പുറത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കെല്ലാം മോചനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിടാത്ത, അവനിൽ ദൃഢമായി തവക്കുലാക്കുന്ന വിശ്വാസ വിശുദ്ധി കൈവരിച്ചിട്ടുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.